മന്ത്ര. കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ ഈ കഥയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ അതിങ്ങനെയാകാം: എക് ബെഹത്തർ ദുനിയാ കാ മന്ത്ര. ഈ ലോകത്തെ ഒന്നുകൂടി മനോഹരമാക്കാൻ ഉതകുന്ന ഒരു ഒറ്റമൂലി മന്ത്രം. മന്ത്രങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഹിന്ദു ഫിലോസഫിയിൽ മന്ത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് വൈദിക് മന്ത്രമാകാം, താന്ത്രിക് മന്ത്രങ്ങളാകാം, അത് ഗായത്രി മന്ത്രമാകാം, ഈശ്വരനും സൂര്യനും അർപ്പിക്കുന്ന ഗായത്രി മന്ത്രം, അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം. അങ്ങനെ ഈ മന്ത്രങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെയധികം സ്ഥാനമുണ്ട്. അപ്പോൾ കഥാസമ്രാട്ട് പ്രേംചന്ദ് തൻ്റെ ഈ കഥയ്ക്ക് മന്ത്ര എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ദുനിയ, ഈ ഒരു ലോകത്തെ ഒന്നും കൂടെ മനോഹരമാക്കാൻ പറ്റിയ ഒരു ഉപദേശം, ഒരു മെസ്സേജ് ഈ ഒരു സ്റ്റോറിയിലുണ്ട്, ഒരു മന്ത്രരൂപേണ. നമുക്ക് നോക്കാം ഈ കഥ എന്താണ് കൺവേ ചെയ്യുന്നത്. പ്രേംചന്ദ് 1920s 30s വളരെ സജീവമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനാണ്. അന്നും ഇന്നും ഹിന്ദി സാഹിത്യ ലോകത്ത് അദ്ദേഹത്തിൻ്റെ കഥാസമ്രാട്ട് എന്ന ആ ഒരു പദവിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. വാരണാസിയിൽ ലംഹി എന്ന ഒരു ഗ്രാമത്തിൽ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു പ്രേംചന്ദ്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അതെല്ലാം അതിജീവിച്ച് പാവപ്പെട്ട കർഷകൻ്റെയും തൊഴിലാളിയുടെയും വക്താവായി മാറിയ പ്രേംചന്ദിന് ഹിന്ദി സാഹിത്യ ലോകത്തൊരു വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനമുണ്ട്. പ്രേംചന്ദ് എന്ന വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് പലപ്പോഴായി ഞാൻ പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം അതിൽ പെടുന്നവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ആ ഒരു ഓഥറിനെ മനസ്സിലാക്കണമെങ്കിൽ ഇത് കാണാം. ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് മന്ത്ര എന്ന കഥയാണ്. നോക്കാം ഈ കഥയിലൂടെ എന്ത് മന്ത്രമാണ് എഴുത്തുകാരൻ കാഴ്ചവെക്കുന്നത്. संध्या का समय था. डॉक्टर चड्ढा गोल्फ खेलने के लिए तैयार हो रहे थे. मोटर द्वार के सामने खड़ी थी कि दो कहार एक डोली लिए आते दिखाई दिए. കഥ തുടങ്ങുന്നത് ഒരു സന്ധ്യാസമയം. ഡോക്ടർ ചഡ്ഢ, അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിലെ ഒരു പ്രമുഖ കഥാപാത്രമാണ്. ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഡോക്ടർ ചഡ്ഢ അദ്ദേഹം ഗോൾഫ് കളിക്കാൻ പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. ഗോൾഫ് അന്നും ഇന്നും ഒരു പണക്കാരൻ്റെ ഒരു കളിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഗോൾഫ് ബ്രിട്ടീഷുകാരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവർ അന്ന് കളിച്ചിരുന്ന ഒരു കളിയാണ്. അത് കളിക്കാൻ ഡോക്ടർ ചഡ്ഢ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മോട്ടർ ദ്വാർ കെ സാമനെ ഖടി थी कि दो कहार एक डोली लिए आते दिखाई दिए. കഹാർ എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് ഡോളി അല്ലേ? ഡോളി സജാക്കി റഖ്ന, ആ പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഡോളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട്, അന്നത്തെ കാലത്തൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് അതിനകത്ത് നമ്മൾ ഇരുത്തിയിട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന സാധനമാണ് ഡോളി. അത് പൊക്കുന്ന ആൾക്കാരെയാണ് കഹാർ എന്ന് വിളിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ തൊഴിലനുസരിച്ച് ഓരോ പേരുകൾ വിളിക്കും. 2 കഹാർ ഒരു ഡോളിയും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ഡോക്ടർ ചഡ്ഡയുടെ മുറ്റത്തേക്ക്. ഡോളി के पीछे एक बूढ़ा लाठी टेकता चला आता था. ഡോളി ഔഷധാലയ के सामने आकर रुक गई. അപ്പോൾ ഈ ഡോളി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നു, അതിൻ്റെ പുറകിലൊരു വയസ്സായ വ്യക്തി ഓടി വരികയും ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ ഔഷധാലയ, ഡോക്ടറിൻ്റെ ആ ഒരു ക്ലിനിക്കിൻ്റെ മുമ്പിലെത്തി വണ്ടി നിന്നു. बूढ़े ने धीरे धीरे आकर द्वार पर पड़ी हुई चिक से झांका. ऐसी साफ सुथरी ज़मीन पर पैर रखते हुए भय हो रहा था कि कोई घुड़क न बैठे. അപ്പോൾ ആ പാവപ്പെട്ട വ്യക്തി വന്ന് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കി. അപ്പം വളരെ ക്ലീനായിട്ടുള്ള സാഫ് സുത്രി ജമീൻ, ഫ്ലോറൊക്കെ നല്ല ക്ലീൻ, വളരെ നല്ല ഒരു ഡോക്ടറിൻ്റെ വീടാണ്. വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറാൻ ആ പാവപ്പെട്ട മനുഷ്യന് ഭയം തോന്നി. ആരെങ്കിലും ഗുഡക് ന ബൈഠേ, ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ. डॉक्टर साहब को खड़े देख कर भी उसे कुछ कहने का साहस न हुआ. डॉक्टर साहब ने चिक के अंदर से गरज कर कहा, कौन है, क्या चाहता है. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മറയുണ്ട്, കർട്ടൻ എന്ന് പറയാം, ചിക്ക്. അതിൻ്റെ മറയിൽ നിന്ന് ഡോക്ടറിന് മനസ്സിലായി ആരോ വന്നിട്ടുണ്ട്. അപ്പം ഒരുമാതിരി ഒരു ദേഷ്യസ്വരത്തിൽ ചോദിക്കും, ആരാണ്, എന്ത് വേണം. ഹുസൂർ ബഡാ ഗരീബ് ആദ്മി ഹൂ, മേരാ ലഡ്ക കൈ ദിൻ സേ. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ 2 കൈയും കൂപ്പി
കാരണം ഡോക്ടറിനെ ഒരു ഈശ്വരന് തുല്യമായാണ് ഈ വ്യക്തി കാണുന്നത്. ഹുസൂർ ബഡാ ഗരീബ് ആദ്മി ഹൂँ, മേരാ ലഡ്ക കൈ ദിൻ സെ, എൻ്റെ മകൻ കുറേ ദിവസമായിട്ട് അപ്പം നാച്ചുറലി സുഖമില്ലാതെ കിടക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. डॉक्टर साहब ने सिगार जलाकर कहा, कल सवेरे आओ, कल सवेरे, हम इस वक्त मरीजों को नहीं देखते. ആ നാളെ വാ, എന്തായാലും നാളെ വാ, ഈ സമയത്ത് ഞാൻ പേഷ്യൻസിനെ നോക്കാറില്ല. बूढ़े ने घुटने टेक कर ज़मीन पर सिर रख दिया और बोला, दुहाई है सरकार की, लड़का मर जाएगा. हुजूर 4 दिन से आंखें नहीं खोली, 4 ദിവസമായി അവൻ കണ്ണ് തുറക്കുന്നില്ല. ഡോക്ടർ ഇപ്പം എന്നെ അങ്ങ് തഴയുവാണെങ്കിൽ എൻ്റെ കുട്ടി മരിച്ചു പോവും. डॉक्टर चड्ढा ने कलाई पर नज़र डाली. केवल 10 मिनट समय और बाकी था. गोल्फ स्टिक खूंटी से उतारते हुए बोले, कल सवेरे आओ, कल सवेरे, यह हमारे खेलने का समय है. അപ്പോൾ ഡോക്ടർ വാച്ച് നോക്കി, കയ്യിലിട്ടിരുന്ന വാച്ച് നോക്കി, 10 മിനിറ്റൂടെ ഉള്ളി, ഇനി അയാൾക്ക് പോകാൻ സമയമായി. ഗോൾഫ് സ്റ്റിക്ക് എടുത്തു. ഗോൾഫ് സ്റ്റിക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് മതിലിൽ നിന്ന്, അതെടുത്തു. കൽ സവേരെ ആവോ, കൽ സവേരെ, ഈ സമയത്ത് ഞാൻ ആരെയും നോക്കാറില്ല. बूढ़े ने पगड़ी उतार कर चौखट पर रख दी और रोकर बोला, हुजूर एक निगाह देख लें, बस एक निगाह, लड़का हाथ से चला जाएगा हुजूर, 7 लड़कों में यही एक बच रहा है. हुजूर हम दोनों आदमी रो रो कर मर जाएंगे सरकार, आपकी बढ़ती होए दीन बंधु. അപ്പോൾ ആ വ്യക്തി തൻ്റെ വിഷമതകളെല്ലാം പറയും. 7 മക്കളുണ്ടായിട്ട് ഈ ഒരു കുട്ടി മാത്രമേ ഞങ്ങൾക്ക് ജീവനോടെ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ചൈൽഡ് ഡെത്ത്സ് ഒരുപാട് നടക്കുന്ന ഇതാണ്. ഈ ഒരു കുട്ടി ഞങ്ങളുടെ ഏക ആശ്രയമാണ്. ഇവനൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കരഞ്ഞ് ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ ബർബാദാവും. ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ കരച്ചിലേ കാണുകയുള്ളൂ. ऐसे उज्जड़ देहाती यहाँ प्रायः रोज़ आया करते थे. डॉक्टर साहब उनके स्वभाव से खूब परिचित थे. कोई कितना ही कुछ कहे पर वे अपनी ही रट लगाते जाएंगे. അപ്പം ഇങ്ങനത്തെ അറിവില്ലാത്ത വിവരമില്ലാത്ത രോഗികൾ സ്ഥിരം ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ചഡ്ഡയ്ക്ക് അറിയാം എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരു മമതയും തോന്നിയില്ല. किसी की सुनेंगे नहीं, धीरे से चिक उठाई और बाहर निकलकर मोटर की तरफ चले. बूढ़ा यह कहता हुआ उनके पीछे दौड़ा, सरकार बड़ा धर्म होगा, हुजूर दया कीजिए, बड़ा दीन दुखी हूँ, संसार में कोई और नहीं है बाबूजी. അപ്പം ഡോക്ടർ ഇയാൾ പറയുന്ന ഒന്നും വകവെക്കാതെ ഗോൾഫ് കളിക്കാൻ തൻ്റെ വണ്ടിയിൽ കയറി അങ്ങ് പോയി. പുറകെ ഓടി ഈ വ്യക്തി, പാവപ്പെട്ടവനാണ്, എനിക്കാരുമില്ല, എനിക്ക് കുട്ടിയേ ഉള്ളൂ എല്ലാം പറയുന്നു. പക്ഷെ ഡോക്ടർ അത് ചെവി കൊണ്ടില്ല. मगर डॉक्टर साहब ने उसकी ओर मुंह फेर कर देखा तक नहीं. मोटर पर बैठ कर बोले, कल सवेरे आना. ഇത് തന്നെ ഡോക്ടർ പറഞ്ഞു, നാളെ വരൂ. मोटर चली गई. बूढ़ा कई मिनट तक मूर्ति की भांति निश्चल खड़ा रहा. संसार में ऐसे मनुष्य भी होते हैं जो अपने आमोद प्रमोद के आगे किसी की जान की भी परवाह नहीं करते. शायद इसका उसे अब भी विश्वास न आता था. ഈ ലോകത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ? തനിക്ക് കളിക്കാനുണ്ട്, തൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണെന്നും പറഞ്ഞ് ഒരാളുടെ ജീവന് വില വെക്കാത്ത വ്യക്തികളുണ്ടോ? सभ्य संसार इतना निर्मम, इतना कठोर है, इसका ऐसा मर्मभेदी अनुभव अब तक न हुआ था. അപ്പം ഈ വ്യക്തി ഈ ലോകത്തെ ഒരു സഭ്യ, ഒരു കൾച്ചേർഡ്, ഒരു സിവിലൈസ്ഡ് ലോകമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ലോകത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ? അതും ഒരു ഡോക്ടർ, ഇങ്ങനെ ഒരാൾ മരിക്കാൻ പോകുന്നു, ഒരു കുട്ടി, അതും ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞിട്ട് പോലും തൻ്റെ പ്രൊഫഷനേക്കാളും തൻ്റെ എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തി. വഹ ഉൻ പുരാനെ ജമാനെ കി ജീവോ മേ था जो लगी हुई आँख को बुझाने, मुर्दे को कंधा देने, किसी के छप्पर को उठाने और किसी कलह को शांत करने के लिए सदैव तैयार रहते थे. അപ്പോൾ ഈ വന്ന വ്യക്തി പുരാണേ ജമാനെ കാഥ, പഴയ ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു. അവരെങ്ങനെയായിരുന്നു? ലഗി ഹുയി ആഗ് കോ ബുझാനെ, എവിടെയെങ്കിലും തീ പിടിച്ചാൽ തൻ്റെ ജീവൻ കളഞ്ഞത് അണയ്ക്കാൻ ശ്രമിക്കും. അതുപോലെ മുർദേക്കോ കന്ധാദിനെ, ആരെങ്കിലും മരിച്ചാൽ ഓടിപ്പോയി ശവം പൊക്കിക്കൊണ്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. കിസിക്ക് ഛപ്പർക്കോ ഉഠാനെ, ആരുടെയും വീട്ടിലെ മേൽക്കൂര മെയ്യാനുണ്ടെങ്കിൽ, അങ്ങനെ വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ കുട്ടിയും കൊണ്ട് വന്ന ഈ വ്യക്തി.
അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യന് ഈ സഭ്യമായ അറിയപ്പെടുന്ന സഭ്യമെന്ന് പറയപ്പെടുന്ന ലോകത്ത് ഇങ്ങനെയും മനുഷ്യർ ചെയ്യുമോയെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. जब तक बूढ़े को मोटर दिखाई दी वह खड़ा टकटकी लगाए उस ओर ताकता रहा. शायद उसे अब भी ഡോക്ടർ സാഹബ് കെ ലോട്ട് ആനേക്ക് ആശാ थी. അപ്പം ഡോക്ടർ ആ വണ്ടിയിൽ കയറി അങ്ങ് പോയി. ആ വണ്ടി കാണാമറയത്താവുന്നത് വരെ ഈ വ്യക്തി ആ വണ്ടിയെ നോക്കിക്കൊണ്ടേ നിന്നു. കാരണം ഇയാളുടെ മനസ്സിൽ എങ്ങോ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ആ ഡോക്ടറിന് ഒരു പശ്ചാത്താപം വന്ന് തിരിച്ചു വരുമായിരിക്കും. फिर उसने कहारों से डोली उठाने को कहा. डोली जिधर से आई थी उधर ही चली गई. चारों ओर से निराश होकर वह डॉक्टर चड्ढा के पास आया था. इनकी बड़ी तारीफ सुनी थी. यहाँ से निराश होकर फिर वह किसी दूसरे डॉक्टर के पास न गया. വളരെ ആശ വെച്ചിട്ടാണ് ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നത്. ഡോക്ടർ ചഡ്ഡയെ പറ്റി ഒരുപാട് ഇയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ചഡ്ഡ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ ഈ ലോകത്തോട് തന്നെ എല്ലാ ഡോക്ടർമാരോടും തന്നെ ഒരു വെറുപ്പും ഒരു വിശ്വാസക്കുറവുമായി. പിന്നെ ആ വയ്യാത്ത കുട്ടിയെ കൊണ്ട് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് അയാൾ പോയില്ല. किस्मत ठोक ली. उसी रात उसका हंसता खेलता 7 साल का बालक अपनी बाल लीला समाप्त करके इस संसार से सिधार गया. അന്ന് രാത്രി തന്നെ അയാളുടെ ആ 7 വയസ്സുള്ള മകൻ മരിച്ചു. बूढ़े माँ बाप के जीवन का यही एक आधार था. इसी का मुंह देख कर जीते थे. इस दीपक के बुझते ही जीवन की अंधेरी रात भाएं भाएं करने लगी. बुढ़ापे की विशाल ममता टूटे हुए हृदय से निकलकर अंधकार आर्त स्वर से रोने लगी. ആ ഒരു പ്രായം ചെന്ന അച്ഛനും അമ്മയ്ക്കും ആ ഒരു 7 വയസ്സുള്ള മകൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ട്രാജഡിയുടെ ഒരു ആഴം നോക്കണേ. 7 മക്കൾക്ക് ജന്മം നൽകി, അതിൽ ഈ ഒരു കുട്ടി മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. എന്നിട്ട് ആ കുട്ടിയും ഇപ്പം മരിച്ചു. ഇത്രയും ഈ കഥയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണേൽ നമുക്ക് പറയാം. നമുക്കിനി അടുത്ത ഹാഫ് നോക്കാം.